കേരളത്തിലെ ഈ പാരമ്പര്യേതര ഊർജ്ജ സംവിധാനത്തിന്റെ മുഴുവൻ നടുപിടിക്കുന്ന പരിപാടിയാണ്. സോളാർ എനർജി പ്ലാന്റുകൾ മുഴുവൻ തീർക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയി. നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം മാറ്റിയിരിക്കുകയാണ്. ഈ സോളാറിന് ലാഭകരമായിരിക്കില്ല. എന്തൊക്കെയാണ് കാണുന്നത്? ഫുൾ ന്യൂസിൽ സോളാർ ലാഭമല്ല, റെഗുലേറ്ററിയുടെ പുതിയ ഡ്രാഫ്റ്റ്. എന്താ ഈ സംഭവം? എന്താ ഈ ഡ്രാഫ്റ്റിലുള്ള ഇത്ര പ്രശ്നം ഉണ്ടാക്കുക? KSEB റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ ഒരു കരട് നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് റെഗുലേറ്ററി കമ്മീഷൻ ജനറൽ പബ്ലിക്കിന്റെ മുമ്പിൽ ചർച്ചയ്ക്കായിട്ട് അതാണ് ലാസ്റ്റ് ഇപ്പൊ 3 ദിവസമായിട്ട് ഒരു ഓൺലൈൻ ഹിയറിംഗ് നടന്നത്. അതെ 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 അതെ. എന്താണ് മേജർ ഒരു കമ്പോണന്റ് ഇതിനെ ഒരു ലാഭകരമാക്കാണ്ടിരിക്കാനായിട്ടുള്ള? അല്ല, ഇതില് നാളിതുവരെ നമ്മൾ തുടർന്നിരുന്ന രീതി എന്ന് പറഞ്ഞാൽ നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്ന രീതിയാണ്. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും യൂണിറ്റ് നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് KSEB നെറ്റ് ബില്ലിംഗ്, അതായത് എത്ര യൂണിറ്റ് കൊടുത്തു അത് ഓരോ സമയത്തെ ബില്ലിങ്ങിലേക്ക്, ഗ്രോസ് മീറ്ററിംഗ് എന്ന് പൊതുവിൽ പറയാവുന്ന രീതിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന യൂണിറ്റിന് 3 രൂപയും മേടിക്കുന്ന യൂണിറ്റിന് 8 രൂപ 10 രൂപ ചാർജ് ചെയ്യുന്നത് ഫലത്തിൽ അത്തരത്തിലൊരു മാറ്റത്തിലേക്കാണ് KSEB ഇപ്പോ ഈ നിർദ്ദേശത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ സംഭവം വരുമോ? എന്താ തോന്നുന്നത്? അല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്, എൻ്റെ ഇത്രയും വർഷത്തെ സോളാർ മേഖലയിലെ അനുഭവം കൊണ്ടും തോന്നുന്നത് 500 കിലോവാട്ടിൽ താഴെ ഇത് നടപ്പിൽ വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം ഈ ഒരു സെയിം സെനാരിയോ ഉണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ വർഷം ഇതേപോലെ KSEB അപേക്ഷിച്ചിരുന്നത് 50 കിലോവാട്ടിന് മുകളിൽ എന്നായിരുന്നു. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ അത് ആർക്കും ബാധകമാക്കിയില്ല. നിലവിലുള്ള സ്ഥിതി തുടരുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ KSEB 5 കിലോവാട്ട് എന്ന ഒരു ക്രൈറ്റീരിയയിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് മാറ്റം വരും. 500 കിലോവാട്ടിന് മുകളിൽ നെറ്റ് മീറ്ററിംഗ് മാറി ഗ്രോസ് മീറ്ററിംഗ് വരാനുള്ള സാധ്യത ഏറെയാണ്.